പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. സങ്കീർത്തനം 118:14. കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിന്റെ കരുണയാൽ നിങ്ങൾ എല്ലാവരും പൂരിതരാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ കേട്ട വചനം കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്. നമുക്ക് എപ്പോഴാ ഗാനം വരുന്നത്? നമുക്ക് എപ്പോഴാ പാട്ട് വരുന്നത്? നമ്മുടെ മനസ്സിൽ നല്ലൊരു കൃപയുടെ അവസ്ഥയിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ബലമായിട്ടുള്ളവരാണ് നമ്മൾ, കർത്താവ് രക്ഷ നൽകുന്നവരാണ് നമ്മൾ. ഈ സമയത്ത് നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമുക്ക് ഉച്ചത്തിൽ കർത്താവിനെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ബലം സ്വീകരിച്ച് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ. 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 ഹല 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 ഹല. ഓ ദൈവമേ, അവിടുന്നാണ് ഞങ്ങളുടെ ബലം, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം, അവിടുന്നാണ് ഞങ്ങളുടെ ധാനം. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. കൈകളടിച്ച് ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ, എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ, എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നെ അഗ്നി അയക്കണമേ. ഓ കർത്താവേ, പ്രവാചകന്മാർക്ക് ബലം നൽകിയത് അവിടുന്നാണ്, ഏലിയായെ ശക്തിപ്പെടുത്തി അവിടുന്നാണ്,
എലീഷയെ ബലപ്പെടുത്തി അവിടുന്നാണ്. ദാനിയേലിനെ ശക്തിപ്പെടുത്തുന്നത് അവിടുന്നാണ്. ദൈവമേ, എന്നെയും എന്റെ കുടുംബത്തെയും അവിടുന്നാണ് ബലപ്പെടുത്തുന്ന ദൈവം. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. കൈകളടിച്ച് എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ ഉയർത്തി കൈയടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഓ ദൈവമേ, അപ്പസ്തോലന്മാർ കടന്നുപോയ പ്രതികൂലങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ്. ദൈവമേ, വലിയ പ്രതിസന്ധികളിൽ അപ്പസ്തോലന്മാരെ കടന്നു പോയപ്പോൾ, സ്ത്രീകന്മാരെ കടന്നു പോയപ്പോൾ അവിടുന്നാണ് ബലം നൽകിയത്. ബലഹീനതയിൽ ബലം നൽകുന്ന ഏക ദൈവം അവിടുന്നാണ്. ദൈവമേ, ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ബലഹീനതകൾ, ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്ന പ്രതിസന്ധികൾ, ദൈവമേ, ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന തകർച്ചകൾ, ദൈവമേ, ഒരിക്കലും പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുകയാണ് അവിടുന്നാണ് ഞങ്ങളുടെ ബലം, അവിടുന്നാണ് ഞങ്ങളുടെ ഗാനം, അവിടുന്നാണ് ഞങ്ങൾക്ക് രക്ഷ നൽകുന്ന ദൈവം. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹന്മാരെ നയിച്ചതുപോലെ എന്നെ നയിക്കണമേ. അഭിഷേകത്തിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയാൽ എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയാൽ എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയാൽ എന്നിൽ കൈകൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. വലിയ അഭിഷേകത്തോടെ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. വലിയ ഉണർവോടെ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ ദൈവമേ, ഓ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ബലം കിട്ടാതെ നിൽക്കുന്ന സമസ്ത മേഖലകളിലും അവിടെ നമ്മൾ ബലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, തളർന്നിരിക്കുന്ന ഓരോ ജീവിതങ്ങളും ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തി കൊണ്ട് എഴുന്നേൽക്കട്ടെ. ദൈവമേ, രോഗത്താൽ തളർന്നു കിടക്കുന്ന വ്യക്തികൾ ഇപ്പോൾ പരിശുദ്ധാത്മ ശക്തിയാൽ വിടുതൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല 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 ഹല. ഓ കർത്താവേ, മനസ്സ് തകർന്ന് ഹൃദയം തകർന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവ് ബലം ശക്തി പകരട്ടെ. ഹല 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 ഹല. ദൈവമേ, സ്പർശിക്കണമേ, ഓരോ ഹൃദയങ്ങളെ തൊടണമേ കർത്താവേ. ദൈവമേ, ഓരോ ഹൃദയങ്ങളെ തൊടണമേ കർത്താവേ. ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ. ബലം പകരണമേ കർത്താവേ. ശക്തി നൽകണമേ കർത്താവേ. കൃപ നൽകണമേ കർത്താവേ. ബലപ്പെടുത്തണമേ കർത്താവേ. ആരാധന ആരാധന. ബലം നൽകണമേ കർത്താവേ. ശക്തിപ്പെടുത്തണമേ കർത്താവേ. ബലപ്പെടുത്തണമേ കർത്താവേ. ധൈര്യം പകരണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കരുണയാൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കുക. യേശയ്യാ പ്രവചനത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഐസയാ ചാപ്റ്റർ 22 വേഴ്സ് 22. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ല കേട്ട് സുപരിചിതമായ ഒരു വചനഭാഗമാണിത്. ഒരുപാട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ പറയാറുള്ള ഒരു വചനഭാഗമാണിത്. കർത്താവാണ് തുറക്കുന്നത്, കർത്താവാണ് അടയ്ക്കുന്നത്,
കർത്താവ് അടച്ചാൽ പിന്നെ ആർക്കും തുറക്കാൻ പറ്റിയല്ല. കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാനും പറ്റിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ വചനഭാഗം തന്നെ വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3:7. പരിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോൽ കൈവശമുള്ളവനും മറ്റാർക്കും അടയ്ക്കാൻ കഴിയാത്ത വണ്ണം തുറക്കുന്നവനും മറ്റാർക്കും തുറക്കാൻ കഴിയാത്ത വിധം അടയ്ക്കുന്നവനും ആയവൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഈശോ മിശിഹായെ കുറിച്ച് പറയുന്ന വചനമാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചില കാര്യങ്ങൾ ദൈവത്തിന് മാത്രമേ തുറന്നു തരാൻ പറ്റുള്ളൂ. നമ്മൾ എത്ര പരിശ്രമിച്ചിട്ടും കാര്യമില്ല. ഈശോ വന്ന് തുറന്നു തരണം, വേറെ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് തുറന്നു തരാൻ നമ്മൾ കർത്താവിനോട് അപേക്ഷിക്കണം. കർത്താവ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നൊരു വചനം നമുക്കറിയാം. കർത്താവ് വന്ന് വാതിൽ മുട്ടുകയാണ്, ആരെങ്കിലും തുറന്നു തന്നാൽ കർത്താവ് അകത്തേക്ക് പ്രവേശിക്കും. അപ്പോൾ നമ്മൾ തുറക്കാൻ റെഡിയാണ് എങ്കിൽ കർത്താവ് ഒരുപാട് മേഖലകൾ നമുക്ക് തുറന്നു തരാൻ ഒരുക്കമാണെന്നുള്ളതാണ് വചനത്തിന്റെ അർത്ഥം. നമ്മളൊന്ന് റെഡിയാണ്, കർത്താവ് ഒന്ന് തുറന്നു തരാൻ നമ്മളൊരു സ്റ്റെപ്പ് എടുത്താൽ കർത്താവ് 100 കണക്കിന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുറന്നു തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ തുറന്നു കിട്ടാൻ കർത്താവിനോട് അപേക്ഷിക്കണം. അത് പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല. 10 കന്യകമാരെ തുറക്കേണ്ട സമയത്ത് വിളിച്ചില്ല, പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ തുറന്നു കിട്ടാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഓരോ സമയത്ത് ചില കാര്യങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കാണ്, ഞാൻ സെമിനാരിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് വചനം പഠിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിൽ അച്ഛൻ, പനയ്ക്കലച്ഛൻ, കൊച്ചുമാത്തി അച്ഛൻ, നമ്മുടെ പ്രിയപ്പെട്ട വട്ടാലച്ഛൻ തുടങ്ങി ആ കാലഘട്ടത്തിൽ നമ്മുടെ പട്ടത്തച്ഛൻ, ആ ഒരു കാലഘട്ടത്തിൽ ധാരാളം വചന സ്പർശനം നടത്തിക്കൊണ്ടിരുന്ന ആ അച്ഛന്മാരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം, ഇതുപോലെ വചനം പ്രഘോഷിക്കണം, ഇതുപോലെ വചനം പഠിക്കണം. അങ്ങനെ ഞാൻ സെമിനാരിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഓർക്കുകയാണ്, ഒരു 10-15ഓളം വലിയ നോട്ട്ബുക്കുകൾ മേടിച്ച് ഈ വചനങ്ങളെല്ലാം കാണാതെ എഴുതി 3 വർഷക്കാലം തലകൊത്തുനിന്ന് പഠിക്കാന്നൊക്കെ പറയുന്നില്ല, അതുപോലെ പരിശ്രമിച്ചു. പക്ഷെ ഒരൊറ്റ വചനം പോലും തലയിൽ നിൽക്കുന്നില്ല. വചനം അറിയാമെങ്കിൽ കൊട്ടേഷൻ അറിയത്തില്ല, കൊട്ടേഷൻ അറിയാമെങ്കിൽ വചനം അറിയത്തില്ല. ഇപ്പം നിങ്ങളുടെ പലരുടെയും പ്രശ്നം എനിക്ക് മനസ്സിലായി, നിങ്ങൾക്കും അതേ പ്രശ്നമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടാലച്ചൻ്റെ കൂടിയായിരുന്നു എൻ്റെ റീജൻസി കാലഘട്ടം ചെലവഴിച്ചത്. അന്ന് ഞാൻ ഓർക്കണം, അന്ന് ഒരുപാട് കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ദൈവമേ ഈ വചനാഭിഷേകം തരണമേ, വചനം ശ്രവിക്കാൻ തക്കവിധ ഹൃദയം തുറന്നു തരണമേ, വചനത്തിൻ്റെ കവാടം തുറന്നു തരണമേ, അങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ഇന്ന് മനസ്സിലാക്കുകയാണ്, പിന്നെ എൻ്റെ ജീവിതത്തിൽ നിർണായകമായ ചില രംഗങ്ങളുണ്ടായി. ബഹുമാനപ്പെട്ട വട്ടാരച്ചൻ പല പ്രാവശ്യം എനിക്ക് വേണ്ടി തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഓർക്കാണ്. ബഹുമാനപ്പെട്ട കൊച്ചുമാത്തി അച്ഛൻ പ്രത്യേകം തലേക്ക് വെച്ച് പ്രാർത്ഥിച്ച മെസ്സേജ് പറഞ്ഞ് ഞാൻ ഓർക്കാണ്. ബഹുമാനപ്പെട്ട ജോൺ പുതുക്കുള്ള അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഞാൻ ഓർക്കാണ്. അങ്ങനെ എൻ്റെ പ്രാർത്ഥന മാത്രമല്ല, അവരുടെ പ്രാർത്ഥനകളും കൈവപ്പും, അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എൻ്റെ സഹോദരങ്ങളെ ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകം കർത്താവ് അങ്ങോട്ട് തുറന്നു തന്നു. ഞാൻ എളുപ്പപ്പെട്ട് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ചില മേഖലകൾ നമ്മൾ പരിശ്രമിക്കണം തീർച്ചയായിട്ടും, എന്നാൽ ദൈവം തന്നെ തുറന്നു തരാൻ പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്പർ 1. ഒന്നാമത്തേത്, നമ്മളുടെ ഹൃദയം തുറന്നു തരാൻ വേണ്ടി തമ്പുരാനോട് അപേക്ഷിക്കണം. അത് നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 16-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലാണ്. ആക്ട്സ് ചാപ്റ്റർ 16:14. അവിടെ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തിയുമായ ലീദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കുവാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിലേക്ക് വളരെ ശക്തിയോടെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് അവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്തൊരു പ്രവൃത്തി നോക്ക് സഹോദരങ്ങളെ. പൗലോസ്ലീഗ ഇങ്ങനെ വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ചെന്ന് ലീദിയായുടെ ഹൃദയം കർത്താവ് തുറന്നു കൊടുത്തു. അപ്പോൾ ലീദിയായുടെ ഹൃദയത്തിലേക്ക് വചനം പ്രവേശിക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹൃദയം തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? വചനം പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൃദയം തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഹൃദയം തുറക്കപ്പെട്ട് കഴിയുമ്പോൾ വചന സമൃദ്ധിയായി നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പഴയ നിയമത്തിൽ പഴയ നിയമ ജനത നടത്തിയിരുന്ന ഒരു പ്രാർത്ഥന തന്നെ ഇതായിരുന്നു. എന്ത്? കർത്താവേ, ഞങ്ങളുടെ ഹൃദയം ഒന്ന് തുറന്നു തരണമേ,
ഞങ്ങൾ ഹൃദയം ഒന്ന് തുറന്നു തരണമേ എന്ന് പറഞ്ഞവർ പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മൾ വായിക്കുന്നത് 2 മക്കബായർ 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിലാണ്. വചനം ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്: തൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും പ്രവേശിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ ഹൃദയം തുറക്കുകയും നിങ്ങൾക്ക് സമാധാനം നൽകുകയും ചെയ്യട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോ ഒരു പ്രാർത്ഥനയാണ്. എന്താ പ്രാർത്ഥന? അവർ പ്രാർത്ഥിക്കുക, ഞങ്ങൾ ഹൃദയം തുറന്നു തരണം. എന്തിനാ? അവിടുത്തെ കൽപ്പനകള്, പ്രമാണങ്ങള്, നിയമം എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ കൽപ്പന എന്ന് പറഞ്ഞാലും നിയമം എന്ന് പറഞ്ഞാലും പ്രമാണം എന്ന് പറഞ്ഞാലും എല്ലാം ഉദ്ദേശിച്ചിരിക്കുന്ന വചനമാണ്. ഈ വചനം പ്രവേശിക്കാൻ തക്ക വിധം ഞങ്ങൾ ഹൃദയം തുറന്നു തരണമേ. അങ്ങനെ വചനം പ്രവേശിക്കുക വഴി നിങ്ങൾക്ക് വലിയ സമാധാനം ഉണ്ടാകട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, പാറപ്പുറത്ത് വീണ വിത്ത് പോലെ തട്ടിത്തെറിച്ച് പോകാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ മുൾച്ചെടികൾക്കുള്ള വീണ പോലെ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തോട് നിരന്തരം നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ്: കർത്താവേ, എൻ്റെ ഹൃദയത്തെ തുറന്നു തരണമേ, എൻ്റെ ഹൃദയത്തെ തുറന്നു തരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും ബൈബിളിൽ ദൈവമായ കർത്താവ് നേരിട്ട് തുറന്നു തരേണ്ട മറ്റൊരു സംഗതിയാണ് നമ്മുടെ കണ്ണുകൾ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പണ്ട് നിങ്ങൾ ഓർക്കുന്ന ഒരു പാട്ട് ഓർക്കുന്നുണ്ട്, കണ്ണുകൾ തുറന്നു തരയണമേ എന്നൊക്കെ പറഞ്ഞിട്ട്. പണ്ട് നമ്മളെ ആദ്യ കാലങ്ങൾ പാടി പഠിച്ചിട്ട് പാട്ടൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ദൈവത്തോട് നമ്മൾ നിത്യമായിട്ട് പ്രാർത്ഥിക്കുന്ന മേഖലയാണ്: കർത്താവെ, ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണമേ. അത് നമ്മൾ വായിക്കുന്നത് സംഖ്യയുടെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിലാണ്. ബുക്ക് ഓഫ് നമ്പേഴ്സ് ചാപ്റ്റർ 22 വേഴ്സ് 31. അപ്പോൾ കർത്താവ് ബാലാമിന്റെ കണ്ണുകൾ തുറന്നു. ഊരിയ വാളയന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിന്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു. നിങ്ങൾക്ക് അതിന്റെ പശ്ചാത്തലം അറിയാം. എന്ന് പറഞ്ഞാൽ ബാലാക്ക് രാജാവ് ബാലാമിനെ പ്രത്യേകം വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ബാലാം ആ ദൈവഗതത്തിന് സ്വല്പം വിരുദ്ധമായിട്ട് തന്നെയാണ്, എന്നാൽ ദൈവത്തിന്റെ അനുവാദത്തോടു കൂടെ തന്നെ ബാലാം ഒരു യാത്ര പുറപ്പെടുകയാണ്. അങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ ദൈവം ഒരു പ്രത്യേക രീതിയിൽ ബാലാമിനെ പരിശീലിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ വഴിയിൽ വന്ന് നിൽക്കുകയാണ്. കഴുത ഒട്ടും മുന്നോട്ട് പോകുന്നില്ല. കാരണം എന്താ? ഈ കഴുതയ്ക്ക് ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് കാണാൻ പറ്റും, പക്ഷേ പ്രവാചകൻ ബാലാമിനെ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ സ്ഥിതി ചിന്തിച്ചു നോക്ക്, കഴുതയ്ക്ക് കാണാൻ, പ്രവാചകന് കാണത്തില്ല. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ബാലാമിന്റെ ഹൃദയത്തിൽ നിന്നൊരു പ്രാർത്ഥന ഉയരുകയാണ്. അങ്ങനെ ഉയർന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് ചെയ്ത ബാലാമിന്റെ കണ്ണുകൾ കർത്താവ് തുറന്നു കൊടുത്തു. അപ്പോഴാണ് ഒരു ദൂതൻ വിഘാതമായി തടസ്സമായി നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് അനേക കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റാത്തത്, നമ്മുടെ ജീവിതത്തിൻ്റെ പല തടസ്സത്തിൻ്റെ മേഖല നമുക്ക് കാണാൻ പറ്റാത്തത്, നമ്മുടെ പ്രതിസന്ധികൾക്ക് അപ്പുറത്തുള്ള ദൈവത്തിൻ്റെ ഇടപെടലുകൾ കാണാൻ പറ്റാത്തത് നമ്മുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്: കർത്താവേ, എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതേ കാര്യം തന്നെ വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 18. ഞാൻ നിന്നെ ഉപദേശിക്കുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ ലജ്ജിക്കാതിരിക്കുവാൻ ശുഭ്ര വസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിൽ എഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ കർത്താവിന്റെ ആത്മാവ് വ്യക്തമായിട്ട് സഭകളോട് പറയുന്ന ഭാഗമാണ്. നീ എന്നോട് ചോദിക്ക്, നീ കർത്താവിനോട് ചോദിക്ക്, നീ അഗ്നിശുദ്ധി വരുത്തിയ കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ശുഭ്ര വസ്ത്രം നീ കർത്താവിനോട് ചോദിച്ച് മേടിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ കാണാൻ തക്കവിധം നമ്മളുടെ ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടാൻ വേണ്ടി കർത്താവിനോട് ചോദിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, മറ്റൊരു വചനഭാഗം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് എളുപ്പമാകുമെന്ന് ഞാൻ കരുതുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 21-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 21 വേഴ്സ് 19. ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു കിണർ കണ്ടു, അവൾ ചെന്ന് തുകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ ഹാഗാറാണ് അവിടുത്തെ കഥാപാത്രം. ഹാഗാർ മരുഭൂമിയിൽ കിടന്ന് കുട്ടി മരിക്കാറായി, വെള്ളം കൊടുക്കാനില്ല, വലിയ സങ്കടപ്പെട്ട് കുട്ടി ഒരു സൈഡിൽ മരിക്കാറായിട്ട് ഒരു കുറ്റിക്കാട്ട് കിടത്തിരിക്കുകയാണ്. ഹാഗാർ ഇപ്പുറത്ത് ഇരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ആ സമയത്ത് ദൈവം വന്ന ഹാഗാറിൻ്റെ കണ്ണ് തുറന്ന് കൊടുത്തപ്പോൾ അവിടെ ആ കിണർ കാണുകയാണ്. വാസ്തവത്തിൽ ആ കിണർ നേരത്തെ അവിടെ ഉണ്ട്, ആ കിണർ അവിടെ ഉള്ളതാണ്. എന്നാൽ ഹാഗാർ അത് കണ്ടില്ല. പക്ഷേ ദൈവം അവളുടെ കണ്ണ് തുറന്ന് കൊടുത്തപ്പോൾ അവർക്കത് കാണാൻ പറ്റി.
അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ആന്തരിക നേത്രങ്ങൾ തുറന്നു കിട്ടാൻ വേണ്ടി ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം തന്നെ തുറന്നു തരും. ഞാൻ ഓർക്കാണ്, ഞാൻ സെമിനാരി പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓർക്കാണ്, അന്ന് ഈ വരദാനങ്ങളുടെ ശുശ്രൂഷ, കൗൺസിലിങ്, മെസ്സേജ് എടുക്കൽ, ദർശനവരം. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കാണ്, പല വരദാന വളർച്ചാ ധ്യാനങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി ഞാൻ പലപ്പോഴും അപേക്ഷയൊക്കെ വെക്കും. പക്ഷേ എന്നെ ആരും എടുക്കില്ല. എന്താണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ കൂടെ അപേക്ഷ വെച്ച് എല്ലാവർക്കും അങ്ങനത്തെ കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് കിട്ടില്ല. എനിക്കാണ് ഭയങ്കര ആഗ്രഹം, പക്ഷെ ഒന്നിലും എന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരവസരം കിട്ടുന്നില്ല. അതെന്നാൽ ഞാൻ ഓർക്കാണ്, പിന്നെ ബഹുമാനപ്പെട്ട വട്ടാരച്ചൻ്റെ കൂടെ റീജിയൻസി ഒക്കെ ചെയ്തൊരു കാലഘട്ടത്തിൽ, എൻ്റെ അതിനുശേഷം പിന്നെ വൈദികനായി വന്നൊരു കാലഘട്ടം ഞാൻ ഓർക്കാണ്, സഹോദരങ്ങളെ, തമ്പുരാനോട് ശരിക്കും കരഞ്ഞു നോളിച്ചു, കർത്താവേ ഇത് ഇങ്ങനെയൊക്കെ സന്ദേശങ്ങൾ കിട്ടണം, മെസ്സേജ് എടുക്കണം, കർത്താവേ കൃപ തരണം, അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ സഹോദരങ്ങൾ ഞാൻ ഒരു വരദാന വളർച്ച ധ്യാനമോ ഒന്നും ഞാൻ കൂടിയില്ല. അത് കൂടണ്ടെന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും നല്ലതാണ്. എന്നാൽ ഭർത്താവ് ഒരു സുപ്രഭാതത്തിൽ ഉൾക്കണ്ണുകൾ കർത്താവ് തുറന്നു. അതുകൊണ്ടാണ് എഫേസോസ് ലേഖനത്തിൽ വചനം പഠിപ്പിക്കുന്നത്. എഫേസോസ് ലേഖനം 1:18, എഫേഷ്യൻ ചാപ്റ്റർ 1:18. ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആന്തരിക നേത്രങ്ങൾ പ്രകാശിക്കുമ്പോഴാണ് ഈ കാഴ്ചയ്ക്കപ്പുറത്തുള്ളൊരു ഉൾക്കാഴ്ച കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാഴ്ച കൊണ്ടല്ല നയിക്കപ്പെടുന്നത്, ഞങ്ങൾ ഉൾക്കാഴ്ച കൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടാണ് ഞങ്ങൾ നയിക്കപ്പെടുന്നത്. കാണുന്ന കാര്യത്തിന് അപ്പുറത്തുള്ള കാര്യം കാണാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മുട്ടിപ്പായി നമ്മൾ തമ്പുരാനെ പ്രാർത്ഥിക്കുന്ന മറ്റൊരു മേഖലയാണ് ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വീണ്ടും ദൈവവചന പ്രകാരം തുറന്നു കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അടുത്തൊരു മേഖലയാണ് നമ്മുടെ കാതുകൾ കർത്താവ് തുറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. യേശയ്യാ പ്രവചനത്തിൽ 50-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. ബുക്ക് ഓഫ് ഐസയ്യാ ചാപ്റ്റർ 50:5. വചനം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവമായ കർത്താവ് എൻ്റെ കാതുകൾ തുറന്നു, ഞാൻ എതിർക്കുകയോ പിന്മാറുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ കർത്താവിൻ്റെ ദാസൻ ഈശോ മിശിഹായെ കുറിച്ചുള്ള തന്നെയുള്ള വചനഭാഗമാണിത്. എന്ന് പറഞ്ഞാൽ കർത്താവാണ് കാതുകൾ തുറന്നു തരുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പുറകിൽ നിന്ന് ഒരു സ്വരം കേൾക്കും. ഈ സ്വരം കേൾക്കാൻ തക്ക വിധം നമ്മുടെ കാതുകൾ കർത്താവ് തുറന്നു തരും. സങ്കീർത്തന പുസ്തകത്തിലും ഇതേ കാര്യം കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നുണ്ട്. 40-ാമത്തെ സങ്കീർത്തനത്തിൽ 6-ാമത്തെ വാക്യമാണ്, Psalms 40:6. എന്നാൽ അവിടുന്ന് എൻ്റെ കാതുകൾ തുറന്നു തന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്തിനാണ് സഹോദരങ്ങളെ കാതുകൾ തുറന്നു തരുന്നത്? ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവത്തിന്റെ സ്വരം ചെവികളെ മുഴങ്ങും. ചിലപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു സ്വരം മുഴങ്ങും. ചിലപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഒരു സ്വരം നമ്മൾ കേൾക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ കർത്താവിനെ പ്രാർത്ഥിക്കേണ്ട മേഖലയാണ് നമ്മുടെ കാതുകൾ തുറന്നു കിട്ടാൻ വേണ്ടി. ഇനിയും കർത്താവ് തുറന്നു തരേണ്ട അടുത്തൊരു മേഖലയാണ് നമ്മുടെ അധരങ്ങൾ. അനേകം ആൾക്കാർ പലപ്പോഴും ധ്യാനത്തിനും ശുശ്രൂഷകളിൽ വരുമ്പോൾ കാണുമ്പോൾ കൗൺസിലിംഗ് സമയത്തൊക്കെ പറയുന്നൊരു കാര്യമാണ്, അച്ഛൻ എനിക്ക് സ്തുതിക്കാൻ പറ്റുന്നില്ല. എന്ത് ഇതാ സ്തുതിക്കാൻ പറ്റുന്നില്ല? എൻ്റെ സഹോദരങ്ങളെ, സ്തുതിക്കാൻ സാധിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ അധരങ്ങൾ തുറന്ന് തരണം. എവിടെയാണ് നമ്മൾ വായിക്കുന്നത്? അത് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനം 51:15. കർത്താവേ, എൻ്റെ അധരങ്ങളെ തുറക്കണമേ, എൻ്റെ നാവ് അങ്ങയുടെ സ്തുതികൾ ആലപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് കർത്താവിനെ ഭാഷാവർത്തി സ്തുതിക്കണം. നല്ല നല്ല തപ്പുകൊട്ടി താളം കൊട്ടി കർത്താവിനെ ആരാധിക്കണമെങ്കിൽ, സ്തുതിക്കണമെങ്കിൽ ദൈവം നമ്മുടെ അധരങ്ങൾ തുറന്നു തരണം. ഹെബ്രായ ലേഖനത്തെ പറഞ്ഞിട്ടുണ്ട്, നിന്റെ സ്തുതിപ്പിന്റെ അധരത്തിന്റെ ഫലങ്ങൾ നീ കർത്താവിന് അർപ്പിക്കണം. ഹെബ്രായ ലേഖനം അത് പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 13-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം, അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി, അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. വീണ്ടും സഹോദരങ്ങളെ, നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിധം വളരെ ശക്തമായിട്ട് കർത്താവ് നമുക്ക് തുറന്നു തരേണ്ട അടുത്തൊരു മേഖലയാണ് വചന കവാടം അഥവാ സുവിശേഷത്തിൻ്റെ വാതിൽ.
ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. കൊലോസ്യസ് ലേഖനം 4:3 അത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവം വചനത്തിന്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിന്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്ക സഹോദരൻ, പൗലോസ്ലീഹ മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? വചനത്തിന്റെ കവാടം തുറന്നു കിട്ടാൻ, സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു കിട്ടാൻ. പൗലോസ്ലീഹ ആ സമയത്ത് ജയിലിലാണ്. അപ്പൊ ജയിലിൽ നിന്ന് മോചിതനായി എനിക്ക് സുവിശേഷം പ്രഘോഷിക്കണം, വാതിൽ തുറന്നു തരണം. മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുകയാണ്. അപ്പൊ എത്ര പ്രധാനപ്പെട്ട വിഷയമാണത്. ഹല്ലേലൂയ. 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 അത് തന്നെ വീണ്ടും നമുക്ക് 1 കൊരിന്ത്യർ 16:9 ഫലപ്രദമായ പ്രവർത്തനത്തിനുള്ള ഒരു വലിയ വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. പ്രതിയോഗികളും വളരെ ഏറെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ്ലീഹ ആനന്ദത്തോടെ പറയുക, ഫലപ്രദമായ സുവിശേഷം പ്രഘോഷിക്കാൻ, സുവിശേഷ വേല ചെയ്യാനുള്ള വലിയ വാതിൽ ഇതാ കർത്താവ് എനിക്ക് തുറന്നു തന്നിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സുവിശേഷ വേലയ്ക്കുള്ള വാതിൽ കർത്താവാണ് തുറന്നു തരേണ്ടത്. വചനത്തിന്റെ കവാടം കർത്താവാണ് തുറന്നു തരേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വെളിപാടിന്റെ പുസ്തകം 3:8 ശക്തമായി കാര്യം ഉദ്ഘോഷിക്കുന്നുണ്ട്. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. നിന്റെ ശക്തി പരിമിതമാണ്, എങ്കിലും നീ എന്റെ വചനം കാത്തു, എന്റെ നാമം നിഷേധിച്ചതുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വചന പ്രഘോഷണത്തിനുള്ള ആർക്കും അടയ്ക്കാൻ പറ്റാത്തൊരു വാതിൽ കർത്താവ് തുറന്നിട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷ വേലയുടെ വാതിൽ ആരും അടച്ചാൽ നോക്കിയാലും അടയ്ക്കപ്പെടാൻ പറ്റാത്ത വിധം തുറക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കും, കർത്താവേ വചന കവാടം തുറന്നു തരണമേ, സുവിശേഷത്തിന്റെ വാതിൽ തുറന്നു തരണമേ. ഇനി കർത്താവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ മനസ്സ് തുറന്നു കിട്ടാൻ വേണ്ടി. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിന്റെ 45-ാമത്തെ വാക്യം, വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു. അപ്പസ്തോലന്മാരാണ് കഥാപാത്രം. അനേകം ആൾക്കാർ പറയാറുണ്ട്, എൻ്റെ അച്ഛാ ബൈബിൾ വായിച്ചിട്ട് ഒന്നും മനസ്സിലാകുന്നില്ല, വായിക്കുന്നുണ്ട് ഒരു ഒന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളൊരു 100 പ്രാവശ്യം കർത്താവേ വചനം പ്രവേശിക്കാൻ എൻ്റെ മനസ്സ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം മനസ്സിലാക്കാൻ ഗ്രഹിക്കാൻ തക്കവിധം ദൈവ വാതിൽ അങ്ങോട്ട് തുറന്നു തരും. അവസാനമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ട മറ്റൊരു മേഖലയാണ് സ്വർഗ കവാടം തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് സർവോപരി നമ്മുടെ പ്രാർത്ഥന, കർത്താവ് സ്വർഗ കവാടം തുറന്നു തരണമേ. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രേരിതനായി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് സഹോദരങ്ങളെ, എല്ലാ ദിവസവും സുഹൃദേവം പോലെ പ്രാർത്ഥിക്കാം. കർത്താവ് ഹൃദയത്തിന് തുറന്നു തരണമേ, കർത്താവ് മനസ്സ് തുറന്നു തരണമേ, കർത്താവ് കണ്ണുകൾ തുറന്നു തരണമേ, കർത്താവ് കാതുകൾ തുറന്നു തരണമേ, കർത്താവ് അതരം തുറന്നു തരണമേ, കർത്താവ് വചന കവാടം തുറന്നു തരണമേ, കർത്താവ് മനസ്സ് തുറന്നു തരണമേ, കർത്താവ് സ്വർഗ കവാടം തുറന്നു തരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും നമ്മൾ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും അറിയാതെ മനസ്സ് 10,000 പ്രാവശ്യം വെച്ച് കർത്താവിനോട് പറയാം, കർത്താവ് വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. ഈ ആരാധന സമയത്ത് ഈ കാര്യങ്ങൾ കർത്താവ് നമുക്ക് തുറന്നു തരും. നമുക്ക് പ്രാർത്ഥിച്ചു ഒരുങ്ങാം. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധം തുറക്കുന്ന സർവശക്തനായ കർത്താവിൻ്റെ മുൻപിൽ ഇന്ന് ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്ന സമസ്ത മേഖലകളെ ഇപ്പോൾ സമർപ്പിക്കുകയാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ കാതും നമ്മുടെ കണ്ണും മാത്രമല്ല, ജീവിതത്തിൽ ദൈവമേ ഈ ഒരു വാതിൽ തുറന്നു കിട്ടിയില്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ യാതൊരു മാർഗവുമില്ല. ഈ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഓരോ കുടുംബങ്ങളും വ്യക്തികളും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കല്ലറ പിളരുന്ന അത്ഭുതകരമായ ശക്തി, ജയിലറകളെ ഭേദിക്കുന്ന അത്ഭുതകരമായ ശക്തി, ഈശോ എന്ന നാമത്തിന് മുൻപിൽ അടഞ്ഞിരിക്കുന്നതൊന്നുമില്ല. കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. കല്ലറ പിളർന്ന ശക്തി, ജയിലറ ഭേദിച്ച ശക്തി, കല്ലറ പിളർന്ന ശക്തി, ജയിലറ ഭേദിച്ച ശക്തി, തടസ്സങ്ങളും ബന്ധനങ്ങളും മരണത്തെ ജയിച്ചൊരു ശക്തി,
ഉദ്ധിതനായ ശക്തി, രോഗപീഠകളും പൈശാചികങ്ങളും ഇപ്പോൾ ഈശോയുടെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഉദ്ധിതനായ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, എന്തൊരു ശക്തി, അത്ഭുത ശക്തി, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ ശക്തി.